ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ലളിതം സഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീതായ കർമ്മയോഗോ നാമ്നി തൃതീയോധ്യായേ ഏകോനവിംശതി ശ്ലോകഃ. തസ്മാദസക്തഃ സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷഃ. അതുകൊണ്ട് അല്ലയോ അർജുന, നിസ്സംഗനായിക്കൊണ്ട് എപ്പോഴും കർത്തവ്യമായിട്ടുള്ള കർമ്മത്തെ ചെയ്യുക. എന്തുകൊണ്ടാണെന്നാൽ നിസ്സംഗനായിട്ട് കർമ്മം ചെയ്യുന്നയാൾ മാത്രമേ പരമമായിട്ടുള്ള പദം പ്രാപിക്കുന്നുള്ളൂ. നാമത്തിലേക്ക് വരാം. നാമം 533. സർവോദന പ്രീത ചിത്ത. സർവമായ ഉദനങ്ങളാലും പ്രീതമാകുന്ന ചിത്തം ഏതൊരു ശക്തിക്കാണോ ആ ശക്തിയെ സർവോദന പ്രീത ചിത്ത എന്ന് വിശേഷിപ്പിക്കുന്നു. എല്ലാത്തരം ഭക്ഷണവും ഇഷ്ടപ്പെടുന്നവളാണ് നാം ആരാധിക്കുന്ന ദേവി. ഓരോരുത്തരുടെ അന്നത്തിലും പ്രിയമുള്ളവളാണവൾ. വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണത്തിൽ പ്രിയമായിട്ടുള്ളവളാണ്. ആർക്കായാലും ദയാപൂർവം അന്നം നിവേദിക്കുന്നവളാണ്. ഇങ്ങനെ നിരവധി അർത്ഥങ്ങളുണ്ട്. വിവിധങ്ങളായ ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്ന ശക്തിയാണ് നാമത്തിൻ്റെ കാതൽ. ഓരോ ധാതുവിനും ഓരോ ഭക്ഷണം പ്രിയമാകുന്നതിലൂടെ സകല ഭക്ഷണങ്ങളും ഇഷ്ടപ്പെടുന്നവളാണ് ആ ദേവി എന്ന് പറയുന്നു. എന്നാൽ വിവിധങ്ങളായ ഭക്ഷണങ്ങളാണ് സമീകൃതം ആഹാരം ആക്കുന്നത്, അല്ലേ? എപ്പോഴും ഒരേ ഭക്ഷണം മാത്രം കഴിക്കുകയാണെങ്കിലോ അത് ശരീരത്തിന് ഹാനി വരുത്തും. അതുകൊണ്ട് തന്നെ സമീകൃത ആഹാരത്തിന് ഏറെ പ്രസക്തിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഒന്ന് ഇഷ്ടപ്പെടുന്നു എന്ന് വെച്ചിട്ട് അത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുവാൻ പാടുള്ളതേ അല്ല. ധാതുവിലൂടെ നോക്കുമ്പോഴോ ധാതുക്കളെ പുഷ്ടിപ്പെടുത്തുവാൻ ഓരോ തരത്തിലുള്ള ഭക്ഷണവും അത്യാവശ്യമാണ്. കഴിഞ്ഞ 6 ധാതുക്കളിലായിട്ട് അതത് ധാതുക്കൾക്ക് വേണ്ടി എന്തൊക്കെ ഭക്ഷണം പരാമർശിച്ചുവോ അതിൻ്റെയെല്ലാം സത്താണ് ശുക്ലധാതുവിൻ്റെ ഭക്ഷണം. ത്വക്കിന് പായസാന്നം പറഞ്ഞു, രുധിരത്തിനോ സ്നിഗ്ധങ്ങളായിട്ടുള്ള അന്നം പറഞ്ഞു, മാംസത്തിന് മധുരാന്നം പറഞ്ഞു, മേധസ്സിന് തൈര് ചേർത്ത അന്നം പറഞ്ഞു, അസ്ഥിക്ക് ധാന്യങ്ങളുടെ അന്നം പറഞ്ഞു, മജ്ജയ്ക്കോ മഞ്ഞൾ ചേർത്ത അന്നം പറഞ്ഞു. ഇവയെല്ലാം ചേരുന്നതാണ് ശുക്ലധാതുവിന്. അപ്പോൾ മേൽപ്പറഞ്ഞ എല്ലാ അന്നങ്ങളും ആ ധാതുവിന് പഥ്യമാകുന്നു. ശരീരത്തിൻ്റെ തേജസ്സും യൗവനയുക്തിയും ബലവും ധൈര്യവും സ്ഥൈര്യവും അങ്ങനെ ഓരോന്നും പൂർണ്ണമാകുന്നത് ശുക്ലധാതുവിൻ്റെ സഹായത്താലാണ്. ഓരോ ധാതുവിന് ഓരോ ഭക്ഷണമെന്ന ക്രമത്തിലൂടെ ശരീരപുഷ്ടിയെ തന്നെയാണ് ഈ നാമങ്ങളൊക്കെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കണം. നമ്മളുമായിട്ട് ചേർത്ത് വയ്ക്കണം, നമ്മുടെ ഇന്നുമായിട്ട് ചേർത്ത് വയ്ക്കണം. അങ്ങനെ ഓരോന്നുമായിട്ട് നമ്മുടെ നാമത്തിന് ചേർത്ത് വയ്ക്കാം. എങ്ങോ ഇരിക്കുന്ന ഒരു ശക്തിയല്ല നാം ആരാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ശക്തി വസിക്കുന്നത് എവിടെയാണ്? നമ്മുടെ എല്ലാം ശരീരത്തിലാണ്. അന്നേരം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പോഷകങ്ങൾ വളരെ പ്രധാനമായിട്ടുള്ള ഘടകം തന്നെയാണ്. മഹാനാരായണ ഉപനിഷത്തിലൊരു ശ്ലോകമുണ്ട്. പ്രാണാനാം ഗ്രന്ഥിരസി രുദ്രോമ വിശാന്തകഃ തേനാന്യേന്യാപ്യസ്വ. ശ്ലോകാർത്ഥം എന്താണെന്നോ? ഹേ രുദ്ര, അങ്ങ് പ്രാണന്മാരുടെ ഗ്രന്ഥിയാണ്. ശോകങ്ങളുടെ എല്ലാം അന്തകനായിട്ട് അങ്ങ് എന്നിൽ പ്രവേശിച്ചാലും, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്താൽ എന്നെ വർദ്ധിപ്പിച്ചാലും. ഞാൻ കഴിക്കുന്ന ഭക്ഷണത്താൽ എന്നെ വർദ്ധിപ്പിച്ചാലും. അപ്പോൾ നമ്മൾ കഴിക്കുന്നത് വിഷമായിരിക്കരുതേ എന്നൊരു ധ്വനി കൂടെ അതിലുണ്ട്. നമുക്കിനി ബ്രഹ്മത്തിലൂടെ നോക്കാം. ബ്രഹ്മത്തിൻ്റെ വിവിധ തരങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രപഞ്ചത്തിലെ ഓരോരോ മൂലകങ്ങളാണ്. അവയിലെല്ലാം തൃപ്തിപ്പെടുമ്പോൾ മാത്രമേ ബ്രഹ്മത്തിൻ്റെ സർവവ്യാപകത്വത്തിന് അർത്ഥമുണ്ടാകുന്നുള്ളൂ.
പ്രപഞ്ചം അങ്ങനെ മാത്രമേ രൂപപ്പെടുന്നുള്ളൂ. അങ്ങനെ എല്ലാ തരത്തിലുള്ള അന്നങ്ങളാലും പ്രിയമായിട്ടുള്ള ശക്തിയെ സർവോധന പ്രീതചിത്ത എന്ന് വിശേഷിപ്പിക്കുന്നു. അത് മറ്റൊരു രീതിയിൽ നോക്കാം കേട്ടോ. കാരണം നമ്മൾ ഒന്നിനെ ആരാധിക്കുകയാണെന്ന് വിചാരിച്ചോളും. അങ്ങനെ ആരാധിക്കുമ്പോൾ ഇപ്പോൾ ഒരു സാധകൻ നിവേദിക്കുന്ന അന്നത്താൽ അല്ലെങ്കിൽ നൈവേദ്യത്താൽ മാത്രമല്ല ആ ദേവി പ്രീതിപ്പെടുന്നത് എന്നുകൂടി അതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. നാം ആത്മാർത്ഥമായിട്ട് സമർപ്പിക്കുന്ന എന്തും നമ്മുടെ ശക്തിക്ക് പഥ്യമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. മുമ്പത്തെ നാമത്തെ നമ്മൾ കണ്ണപ്പൻ്റെ കഥയൊക്കെ പറഞ്ഞിരുന്നു. പരമശിവന് ഇറച്ചിയൊക്കെ നേദിച്ച ഒരു കാട്ടാളൻ അല്ലേ? അതൊക്കെ ഓർമ്മയുണ്ടാകണം. അപ്പോൾ ഇന്ന ഭക്ഷണം മാത്രമേ പ്രിയമുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം നിവേദിക്കുന്നവരിൽ മാത്രമേ പ്രസാദിക്കുകയുള്ളൂ, അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട. ദേശകാലാനുസൃതമായിട്ട് ഭക്ഷണയോഗ്യമായ അന്നങ്ങളിൽ പ്രീതിയുള്ളവളാണ് ആ ദേവി. താൻ തിരഞ്ഞെടുക്കുന്ന ഭക്ഷണങ്ങൾ മാത്രമേ തനിക്ക് പഥ്യമാകുന്നുള്ളൂ എന്നല്ല, തനിക്ക് യോജിക്കുന്ന ഏത് ഭക്ഷണത്തിലും പ്രിയമുള്ള ശക്തിയാണ്. ദധ്യന്നാസക്ത ഹൃദയ എന്ന നാമത്തിലൂടെ മറ്റുള്ളവരുടെ ഭക്ഷണശീലങ്ങളുമായിട്ട് അനായാസം പൊരുത്തപ്പെടുന്ന ദേവീഭാവത്തെ ദർശിച്ചിരുന്നു. ആ അർത്ഥത്തിന് ഒരിക്കൽ കൂടെ സാധൂകരിക്കുന്നുണ്ട് ഈ നാമം. എന്തിനും പാത്രമാകുന്ന ആത്മാവ് എന്ന വീക്ഷണമാണ് അവിടെ ഉണ്ടാകേണ്ടത്. കൂടാതെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണം സ്വീകരിക്കുന്നതിലും രുചിച്ചു നോക്കുന്നതിലും തത്പരയാണ് ദേവി എന്നും വ്യാഖ്യാനിക്കാം. നാമത്തിൻ്റെ കഥ നോക്കുമ്പോൾ സകലയിടത്തും കണ്ണെത്തുന്ന ദേവി സകലരെയും ദയാപൂർവം ഊട്ടുന്നവളുമാണ്. അവിടെ മറ്റ് ദേവിമാരുണ്ട്. എന്നിരുന്നാലും ആ ദേവിമാരെയും ഒപ്പം അവിടുത്തെ ഭക്തരെയും ഊട്ടുകയാണ് നമ്മുടെ ദേവി. സകലരും ആരാധിക്കുന്ന മൂലപ്രകൃതി ഇങ്ങനെ തൻ്റെ ശിഷ്ടരെയെല്ലാം ആരാധിക്കുക കൂടെയാണ്, അവരെ ഊട്ടുകയാണ്. സർവർക്കും ഉദനം കൊടുക്കുന്നതിൽ പ്രീതയായ അന്നപൂർണയെ സർവോദന പ്രീതചിത്ത എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നാമത്തെ അവസാനിപ്പിക്കാം. നാമത്തിലെ ചിന്ത അപ്പം എന്തായിരിക്കണം? അന്നദാനത്തിൻ്റെ അല്ലെങ്കിൽ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള മേന്മ. നമസ്കാര ശബ്ദം. ഓം സർവോദന പ്രീതചിത്തായേ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി. ഓ